ഡിസംബർ മാസത്തെ ട്രേഡിംഗ് P&L റിവ്യൂ ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ മാസം ഞാൻ എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? എത്ര ആക്ച്വൽ ടൈമിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, എൻ്റെ ക്യാപിറ്റലിന്റെ പുറത്ത് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എന്താണ് എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ, എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ട്രേഡിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയാം. ഞാനൊരു എക്സ്പയറി ബേസ്ഡ് പൊസിഷണൽ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുന്ന ഒരാളാണ്. നിഫ്റ്റിയിലും സെൻസെക്സിലും ഒക്കെ എക്സ്പയറി ബേസ്ഡ് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സെല്ലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഇക്വിറ്റി ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം, സ്വിംഗ് ട്രേഡ് ചെയ്യാം, ഓപ്ഷൻ ബൈ ചെയ്യാം, ഓപ്ഷൻ സെല്ല് ചെയ്യാം. ഇങ്ങനെ ഏത് ട്രേഡിംഗ് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എൻ്റെ പേഴ്സണാലിറ്റിയുമായിട്ട് കുറച്ചും കൂടെ ഒക്കെ ഒത്തുപോകുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആയതുകൊണ്ടും കുറച്ചും കൂടെ ഒക്കെ സക്സസ് റേറ്റ് കിട്ടുന്നതും കുറച്ചൊക്കെ പാസീവായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഓപ്ഷൻ സെല്ലിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇക്വിറ്റി ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം. ഇക്വിറ്റി ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ടൈം മാർക്കറ്റിൽ ഇങ്ങനെ നോക്കിയിരുന്ന് എപ്പോഴാണോ നല്ലൊരു അവസരം വരുന്നത്, ഹൈ ലിവറേജോട് കൂടിയിട്ട് 5x ലിവറേജോട് കൂടിയിട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സക്സസ് റേറ്റ് കുറച്ച് കുറവാണ്. നല്ല രീതിയിൽ നോക്കിയിരിക്കേണ്ടി വരും. ഓൾമോസ്റ്റ് ഒരു 9:15 മുതൽ 3:30 വരെ മാർക്കറ്റിന്റെ മുന്നിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഫുൾ ടൈം മാർക്കറ്റിന് മുന്നിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഞാൻ ഇക്വിറ്റി ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് അത് എനിക്ക് അത്ര സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. മറ്റൊരു ട്രേഡിംഗ് സ്റ്റൈലാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വിംഗ് ട്രേഡ് ചെയ്യാം. നല്ല കമ്പനികളുടെ സ്റ്റോക്ക് വില കുറഞ്ഞു വരുന്ന സമയത്ത് ബൈ ചെയ്തിട്ട് അത് 1, 2, 3 ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ ഹോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കാം. സ്വിംഗ് ട്രേഡിംഗ് നല്ലൊരു ട്രേഡിംഗ് മെത്തേഡാണ്. നമുക്ക് പാസീവ് ആയിക്കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കൂടെയോ ബിസിനസിന്റെ കൂടെ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും മിക്കവാറും സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ പ്രോഫിറ്റിലായിരിക്കും. പക്ഷെ മാർക്കറ്റ് ഒരു സൈഡ് വൈസിലേക്കോ അല്ലെങ്കിൽ ഒരു ബെയറിഷ് മൂഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ട്രേഡിങ്ങിന് ഒരു ബിസിനസ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്നൊരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വിംഗ് ട്രേഡിനെയും മാറ്റി നിർത്തി. പിന്നീട് ഓപ്ഷൻ ബൈയിങ്. ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയല്ല, നല്ല രീതിയിൽ മാർക്കറ്റിൽ നോക്കിയിരുന്ന് ഒരു ഇക്വിറ്റി ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ബുദ്ധിമുട്ടാണ് ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് ആക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല ഓപ്ഷൻ ബൈയിങ്ങിനെ നമുക്ക് അങ്ങനെ ഒരു സ്കെയിലബിൾ ആക്കി കൊണ്ടുപോകാനും പറ്റില്ല. ഇന്ന് നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യാം. 10 ലക്ഷം ഉണ്ടെങ്കിൽ ആ എൻ്റെ എമൗണ്ട് നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രശ്നം ഉണ്ടാവും. നാളെ നമ്മുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെങ്കിൽ എൻ്റെ എമൗണ്ടിനും പോയിട്ട് ഓപ്ഷൻ ബൈ ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ബട്ട് ഇന്ന് എൻ്റെ കയ്യിൽ 10 കോടി രൂപ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാൻ പറ്റും. അതാണ് ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ഒരു സ്കെയിലബിലിറ്റി. ഓക്കെ, പിന്നെ ഓപ്ഷൻ സെല്ലിങ്ങിന്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് മാർക്കറ്റ് കണ്ടീഷനിലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഓപ്ഷൻ ബൈയിങ്ങിനെയും ഏത് മാർക്കറ്റിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. മാർക്കറ്റ് സൈഡ് വൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ബൈയർക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എടുക്കുന്ന ട്രേഡുകളൊക്കെ ലോസ് ആയി പോകും. മാർക്കറ്റിൽ നല്ല വോളറ്റാലിറ്റി ഉണ്ടായിരിക്കും, നല്ലൊരു ഡിറക്ഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് എൻ്റെ ട്രേഡിംഗ് ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. എന്തുകൊണ്ട് ഓപ്ഷൻ സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിൽ എൻ്റർ ചെയ്ത് തന്നെ സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തത്, മാർക്കറ്റ് ഈ സൈഡ് വൈസ് പോയാൽ പോലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈവൻ സൈഡ് വൈസ് പോകുന്ന ഒരു മാർക്കറ്റിലും ഏത് മാർക്കറ്റ് കണ്ടീഷനിലും നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം. മാർക്കറ്റ് അപ് ട്രെൻഡിലാണോ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണോ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. ഈവൻ സൈഡ് വൈസ് പോകുന്ന മാർക്കറ്റിൽ പോലും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓപ്ഷൻ സെല്ലിംഗ് തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷൻ സെല്ല് ചെയ്യാൻ മാർജിൻ കൂടുതൽ വേണം. ബട്ട് ഈ മാർജിൻ ഒരിക്കലും നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റോ മറ്റോ ഒക്കെ പ്ലെഡ്ജ് ചെയ്തിട്ട് കിട്ടുന്ന പൈസ, അത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക നമ്മളൊരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. ഓപ്ഷൻ സെല്ല് ചെയ്യാൻ നമുക്ക് ക്യാപിറ്റൽ വേണം. എത്ര ക്യാപിറ്റൽ കൂടുന്നോ അത്രത്തോളം നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാം. എത്ര ക്യാപിറ്റൽ ഉണ്ടെങ്കിലും നമുക്ക് സ്കെയിലബിൾ ആണ് നമ്മുടെ സ്ട്രാറ്റജി. സ്കെയിലബിൾ ആയിട്ട് എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും നമുക്ക് അതൊക്കെ എൻ്റെ എമൗണ്ട് 100% ഡിപ്ലോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്യാപിറ്റൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇവിടെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ക്യാപിറ്റൽ ഉണ്ടാക്കാനുള്ള പണി നമ്മൾ എടുക്കും. അത് നമ്മൾ ക്യാപിറ്റലായിട്ട് ക്യാഷ് ആയിട്ട് അക്കൗണ്ടിൽ വെക്കില്ല. അതിന് നമുക്കൊരു ലോങ് ടേം പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്ലെഡ്ജ് ചെയ്തിട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ അവരുടെ കയ്യിൽ അത്യാവശ്യം ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോ ഉണ്ടാവും. നാളെ ഒരു പക്ഷേ നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്തതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ എത്രയോ വലിയ റിട്ടേൺ ചിലപ്പോൾ ഈ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അവിടെ നമുക്ക് തന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. ഒരു 10-15 വർഷം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാൻ കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ പുറത്ത് നമുക്ക് അവിടെ പാസീവ് ആയിക്കൊണ്ട് വലിയ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റി. പ്ലസ് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് അഡീഷണൽ റിട്ടേൺ കൂടെ ജനറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ
എൻ്റെ പേഴ്സണാലിറ്റിക്ക് കുറച്ചും കൂടെ സേഫായിട്ട് സമാധാനമായിട്ട് മാർക്കറ്റിൻ്റെ മുന്നിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് പാസീവ് ആയതുകൊണ്ട് കൂടെ നമ്മുടെ മറ്റു ജോലിയോ ബിസിനസ്സോ ഒക്കെ നോക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ഓപ്ഷൻ സെല്ലിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുന്നത്. നമ്മൾ ട്രേഡിങ്ങിന് ഒരു ബിസിനസ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളിപ്പോൾ ഒരു സാധാരണ ബിസിനസ് ചെയ്യണം, ഒരു ഹോട്ടൽ ബിസിനസ് ചെയ്യണം എന്ന് വെക്കുക. ഹോട്ടൽ ബിസിനസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 25 ലക്ഷം രൂപ ക്യാപിറ്റൽ വേണം. അത് 25 ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തു, എന്നിട്ട് വേണം നമ്മൾ റിട്ടേൺ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ. എന്നാൽ സെയിം സംഗതി നമ്മളൊരു ഓപ്ഷൻസിലേക്ക് അല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള 25 ലക്ഷം അത് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് പുറത്താണ് നമ്മൾ അഡീഷണൽ റിട്ടേൺ ജനറേറ്റ് ചെയ്തത് എന്ന് നമ്മൾ ബിസിനസ് അവസാനിപ്പിക്കുന്നോ ആ 25 ലക്ഷം നമുക്ക് വിഡ്രോൾ ചെയ്ത് പോവാം. ഓക്കെ, നിങ്ങളൊരു ഹോട്ടൽ ബിസിനസ് ചെയ്യാണ്, നിങ്ങൾക്ക് വേണ്ടി വരുന്ന ക്യാപിറ്റൽ 25 ലക്ഷം രൂപയാണ് ആ ഹോട്ടൽ ബിസിനസ് സെറ്റ് ചെയ്യാനായിട്ട്. ആ 25 ലക്ഷം രൂപ നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്, ഇവിടെ FD ഇട്ട് വെക്കുകയാണ്. എന്നിട്ട് എന്ന് ഹോട്ടൽ ബിസിനസ് പൂട്ടുന്നോ അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 25 ലക്ഷം രൂപ ഇട്ട് പോവാം. അല്ലെങ്കിൽ 25 ലക്ഷം രൂപയിൽ ഒരു 5 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 20 ലക്ഷം രൂപ എടുത്ത് വീട്ടിലേക്ക് പോകാം. അപ്പൊ ആ ഒരു സെറ്റപ്പാണ് നമുക്ക് ഇവിടെ പ്ലഡ്ജ് ചെയ്തിട്ട് ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാൻ പറ്റുന്നത്. എനിവേ, മാർക്കറ്റിലുള്ള എല്ലാ ട്രേഡിംഗ് സ്റ്റൈലും നോക്കിക്കഴിഞ്ഞാലും കുറച്ചും കൂടെ ഒക്കെ സമാധാനമായിട്ട് സക്സസ് റേറ്റ് ഉണ്ടാകുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിലായിരിക്കും. നമ്മളിപ്പോൾ ഒരു 100 പേരെ എടുത്തിട്ട് ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. 100 പേരെ എടുത്തിട്ട് ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. 100 ആളുകൾ ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ് അല്ലെങ്കിൽ ഇക്വിറ്റി ട്രേഡിംഗ് ആണെങ്കിൽ അതിലൊരു 10% പ്രോഫിറ്റബിൾ ട്രേഡർ എന്ന് പറയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. 90% ആളുകൾ നഷ്ടം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ഒരു 100 ആളുകളെ കൊടുത്തിട്ട് ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 90% ആളുകളും പ്രോഫിറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, വലിയ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ 90% അറ്റ്ലീസ്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് ആക്കിയിട്ട് മാറ്റാനായിട്ട് വരും. അതാണ് ഓപ്ഷൻ സെല്ലിങ്ങിന് ഒരു ഗുണം. എനിവേ, ഓപ്ഷൻ സെല്ലിങ്ങിന് മറ്റു ട്രേഡിംഗ് സ്റ്റൈലിനെ അപേക്ഷിച്ചിട്ട് കുറേ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി എന്തായാലും എൻ്റെ കഴിഞ്ഞ മാസത്തെ ഒരു ട്രേഡിങ്ങിൻ്റെ ജസ്റ്റ് ഒരു PNL ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. സോ ഞാൻ ഉപയോഗിക്കുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള കോട്ടക് നിയോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ കോട്ടക് നിയോ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ച ബ്രോക്കറാണ്. പെട്ടെന്ന് പുതിയൊരു ബ്രോക്കറിലേക്ക് മാറാനുള്ള ഒരു ഇനേർഷ്യ കാരണം സ്റ്റിൽ കോട്ടക് നിയോയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ ഒരു 10 റുപ്പീസ് ബ്രോക്കറേജ് ഉള്ളു പെർ ഓർഡറിന്. ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ പെർ ഓർഡറിന് 20 റുപ്പീസ് ഇല്ല, 10 റുപ്പീസേ ബ്രോക്കറേജ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കോട്ടക് നിയോയിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ ലിങ്കിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് റിപ്പോർട്ട്സിലേക്ക് വരുന്നു. റിപ്പോർട്ട്സിലാണ് നമ്മുടെ ബാക്ക് എൻഡിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് കഴിഞ്ഞ മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നോക്കാൻ പറ്റുക. അവിടെ റിയലൈസ്ഡ് ഗെയിൻ ആൻഡ് ലോസ് ചൂസ് ചെയ്യുന്നു. ദെൻ ഞാൻ റേഞ്ച് ഒന്ന് സെലക്ട് ചെയ്യട്ടെ. കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ ഡിസംബർ 1 മുതൽ ഡിസംബർ 30 വരെയുള്ള ഡാറ്റ അല്ലെങ്കിൽ 31 വരെയുള്ള ഡാറ്റയാണ് ഞാൻ എടുക്കുന്നത്. ദെൻ അപ്ലൈ കൊടുക്കണം. അപ്പം എങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു മാസത്തെ ട്രേഡിംഗ് റിപ്പോർട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാൻ എടുത്ത നമ്പർ ഓഫ് ട്രേഡുകൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത എല്ലാ ട്രേഡും പ്രോഫിറ്റിലായിരുന്നു. അതാണ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു ഗുണം. ഹൈലി സക്സസ് റേറ്റുള്ള ഒരു 90% ഒക്കെ സക്സസ് റേറ്റ് ഉള്ള ട്രേഡുകളിൽ മാത്രം നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. എൻ്റെ ടേൺ ഓവർ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ഞാൻ ഉപയോഗിച്ച എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിന് പുറത്ത് എത്രയാണ് ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതും അതുപോലെ തന്നെ ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് നിങ്ങൾ നോക്കേണ്ട. കാരണം ക്യാപിറ്റൽ കൂടുതലുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ചിട്ട് ആക്ച്വൽ പ്രോഫിറ്റ് കൂടും കുറയൊക്കെ ചെയ്യും. നിങ്ങളിവിടെ നോക്കേണ്ടത് പെർസെൻറ്റേജിലേക്കാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റലിൻ്റെ പുറത്ത് എൻ്റെ ട്രേഡിംഗ് ക്യാപിറ്റലിൻ്റെ പുറത്ത് അറൗണ്ട് ഒരു 2% അടുത്താണ് എനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഇല്ലാതെ 2% പ്രോഫിറ്റ്. ഞാൻ മന്ത്ലി ഒരു 2 to 3% ഒക്കെയാണ് ടാർഗറ്റ് ചെയ്യാറുള്ളത്. സോ അങ്ങനെ ഒരു 2% പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് പറ്റി. പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിട്ടില്ല. കണ്ടല്ലോ, ഇതാണ് എൻ്റെ കഴിഞ്ഞ മാസത്തെ ഒരു ട്രേഡിംഗ് PNL എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ സമാധാനമായിക്കൊണ്ട് ട്രേഡ് ചെയ്തൊരു പാസീവായിട്ട് അഡീഷണൽ ഇൻകം കൂടെ ജനറേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് പേഴ്സണലി കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ ഞാൻ സെറ്റാക്കി തരാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഒരു ഫ്രീ കൺസൾട്ടേഷൻ, നിങ്ങൾക്കൊരു ഫ്രീ കൺസൾട്ടേഷൻ ഒരു കോളിൽ ഇരിക്കാം. എന്നിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് ആയിട്ട് എനിക്ക് എന്ത് ഓഫർ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് ട്രേഡിംഗ് മെൻറ്റർഷിപ്പിലേക്ക് കടക്കാം. ദെൻ 100% റീഫണ്ടോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ വെൻഡർഷിപ്പ് എന്ന് പറയുന്നത്. 100% റീഫണ്ട്. നമ്മുടെ വെൻഡർഷിപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ചോദിക്കും നിങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ലെങ്കിൽ 100% റീഫണ്ട് കൊടുക്കനെ ഇവിടെ വെച്ച് കിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു 100% റീഫണ്ട് കൊടുക്കനെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്റ്റിൽ ചെയ്യുക. ഒന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക, നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം.
സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കലണ്ടർ ഇയർ ഇവിടെ അവസാനിച്ചു. കോമൺലി നമ്മൾ ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. എന്നാലും ഈ ഒരു കലണ്ടർ ഇയർ ഇവിടെ അവസാനിച്ചു. അടുത്തൊരു കലണ്ടർ ഇയർ അല്ലെങ്കിൽ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ ഒക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.